നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആഴ്സണലുമായിട്ട് സമനിലയിൽ പിരിഞ്ഞ കളിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് മികച്ച പ്രകടനമാണ് അർജൻറ്റീൻ സൂപ്പർ താരം ഹുലിയൻ അൽവാരസ് നടത്തിയത്. അദ്ദേഹം ഒരു ഗോൾ നേടിയത് പെനാൽറ്റിയിലൂടെയായിരുന്നു. കളിയിൽ ഒരു ഗോള്, 6 ടോട്ടൽ ഷോട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നു. 3 ഡ്രിബിളിംഗ് അറ്റംപ്റ്റ്, 2 സക്സസ്ഫുള്ളായി, 9 ഡ്യുവൽസിൽ 5 വിന്നായി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇന്നലത്തെ ഗോളോടുകൂടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 10 ഗോളുകൾ ഈ സിംഗിൾ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ 10 ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമായിട്ട് ഹുലിയൻ അൽവാരസ് മാറിയിരിക്കുന്നു. ഹുലിയൻ അൽവാരസ് ഈസ് ദി ഫസ്റ്റ് എവർ പ്ലെയർ ടു സ്കോർ 10 goals in a single ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ ഫോർ അത്ലറ്റിക്കോ മാഡ്രിഡ്. ദാറ്റ്സ് എ റെക്കോർഡ്. കൂടാതെ സാക്ഷാൽ ലിയോ മെസ്സിയുടെ റെക്കോർഡ് അദ്ദേഹം മറികടന്നിരിക്കുകയാണ്. 25 UCL ഗോളുകൾ അദ്ദേഹം നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ടൊക്കെ UCL കളിച്ചാണ്. സോ ടോട്ടൽ 25 UCL ഗോളുകളായിരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ 25 UCL ഗോളുകൾ നേടിയ അർജൻറ്റീനക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ലിയോ മെസ്സിയെ പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് ഹുലിയൻ അൽവാരസ് എത്തിയിരിക്കുന്നു. ഹുലിയൻ അൽവാരസ് ബിക്കംസ് ദി അർജൻറ്റൈൻ ഹൂ നീഡഡ് ദി ഫ്യൂവസ്റ്റ് മാച്ചസ് ടു സ്കോർ 25 goals ഇൻ ചാമ്പ്യൻസ് ലീഗ്. ഹി സർപ്രാസ്ഡ് ലിയോ മെസ്സിസ് റെക്കോർഡ്. 48 കളികളിൽ നിന്ന് 25 UCL ഗോളുകളിലേക്ക് എത്തിയിരുന്ന കുൻ അഗ്യൂറോയാണ് 3ാം സ്ഥാനത്ത്. ലിയോ മെസ്സി 42 മത്സരങ്ങളിൽ നിന്നാണ് 25 UCL ഗോളുകളിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹമായിരുന്നു ഇതുവരെ 1ാമത്, ഇപ്പോൾ 2ാമതായി. ഹുലിയൻ അൽവാരസ് 41 കളികളിൽ നിന്ന്, അതായത് മെസ്സിയേക്കാൾ ഒരു കളി കുറച്ച് കളിച്ചുകൊണ്ട് 25 ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും മിന്നും ഫോമിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഹുലിയൻ അൽവാരസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരിക്കിന് ചെറിയ ആശങ്ക, പക്ഷേ കുഴപ്പമില്ല എന്നാണ് ഡിയേഗോ സിമിയോണി പറയുന്നത്. അടുത്ത മത്സരം വരുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റാകും എന്നുകൂടി കോച്ച് പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.